ഹലോ, ഹായ് ഫ്രണ്ട്സ്. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് വെറും 350 രൂപ കൊണ്ട് നമുക്ക് നമ്മുടെ ടെറസ് എങ്ങനെ മേക്ക് ഓവർ ചെയ്യാൻ പറ്റുമെന്നാണ്. ഇതാണ് എൻ്റെ ടെറസ്. അപ്പം കാണുന്ന പോലെ തന്നെ ജസ്റ്റ് സിമൻറ്റ് പാകിയ ഒരു ടെറസാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ഫ്ലോറിങ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു ടെറസ് നമുക്കൊന്ന് മേക്ക് ഓവർ ചെയ്യാനാണ് ഈ വീഡിയോയിൽ പോകുന്നത്. അപ്പോൾ ഈ കാണുന്ന രീതിയിൽ നമുക്ക് എങ്ങനെ ഇത് മാറ്റാം എന്നുള്ളതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇതിൻ്റെ അകത്ത് ഞാൻ വേറെ ഒന്നും ഉപയോഗിച്ചിട്ടില്ല, ജസ്റ്റ് പെയിൻറ്റ് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പം ആ ഒരു പെയിൻറ്റ് വെച്ച് നമുക്ക് എങ്ങനെ ഈ ഒരു ഡിസൈൻ നമുക്കിവിടെ ചെയ്തെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ എല്ലാ വീട്ടിലും ടെറസ് ഇങ്ങനത്തെ ഒരു പോർഷൻ കാണും, അതായത് ഫ്ലോറിംഗ് ഒന്നും ചെയ്യാത്തൊരു പോർഷൻ കാണും. അപ്പം ഇവിടെ ഇതിപ്പം ഭയങ്കര അലങ്കോലമായിട്ട് കിടക്കാം. അപ്പോൾ ഇത് നമുക്കൊന്ന് മാറ്റുന്ന രീതി നോക്കാം. അപ്പം ഇവിടെ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് ജസ്റ്റ് 2 കളറിലെ പെയിൻറ്റ് മാത്രമേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. അതായത് ഓരോ ലിറ്ററിൻ്റെ വൈറ്റും ബ്ലാക്കും 2 പെയിൻറ്റ് മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. ഇതിന് ഏകദേശം എനിക്ക് 350 രൂപ ആയിട്ടുള്ളത്. അപ്പം നമുക്ക് ബാക്കി ഇതിൻ്റെ ഫ്ലോറിനെ കുറിച്ച് നോക്കാം. അപ്പം ഇതിൻ്റെ ഫ്ലോറ് എന്ന് പറയുന്നത് സാധാരണ പരക്കനടിച്ചിട്ടിരുന്നതായിരുന്നാണ്. അപ്പം ഇതിൻ്റെ അകത്ത് ഇഷ്ടംപോലെ മണ്ണും കാര്യമൊക്കെ ഉണ്ട്. അപ്പം നമ്മളിത് പെയിൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കിത് നല്ല രീതിക്ക് വൃത്തിയാക്കണം. അപ്പോൾ അതിന് നമുക്കിപ്പം ഇതിൻ്റെ അകത്തിരിക്കുന്ന സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി കഴിഞ്ഞിട്ട് നമുക്ക് നല്ല രീതിക്ക് ഇത് വൃത്തിയാക്കണം. അപ്പം അതായത് ജസ്റ്റ് ഒരു ചൂല് വെച്ച് നമുക്ക് പൊടിയെല്ലാം ഒന്ന് അടിച്ച് കളഞ്ഞ് വെള്ളം വെച്ച് കഴുകുന്നതാണ് ഇനിയിപ്പം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചൂല് വെച്ച് തൂത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വെള്ളം വെച്ചും നല്ല രീതിക്ക് ഇത് കഴുകണം. ഇല്ലെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള മണ്ണ് അവിടെ തന്നെ കിടന്നിട്ട് നമ്മൾ പെയിൻറ്റ് അടിക്കുമ്പോഴത്തേക്ക് നമുക്കത് പെയിൻറ്റ് ശരിക്കും തറയിൽ പിടിക്കണമെന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ ജസ്റ്റ് വെള്ളം അടിച്ച് കഴുകുന്നത്. ഇത് ചെറിയൊരു മെനക്കെട്ട ഒരു പണിയാണ്, പക്ഷേ ഇത് ചെയ്തില്ലെങ്കിൽ നമ്മൾ ആ ചെയ്യുന്നതിന് നമുക്കൊരു ഔട്ട്പുട്ട് കറക്റ്റായിട്ട് വരത്തില്ല. അപ്പം തറ ക്ലീൻ ചെയ്യേണ്ടത് നമ്മുടെ മെയിൻ ഒരു ഘടകം തന്നെയാണ്. ചെയ്തതിന് ശേഷം നമുക്ക് തുണി വെച്ച് ഇതേ കണക്ക് നമ്മൾ വെള്ളം ഒപ്പിയെടുത്ത് കളയണം, എന്നാലേ പൊടി ശരിക്കും പോത്തുള്ളൂ. ഇത് കഴുകിയതിന് ശേഷം നമ്മൾ കുറച്ച് നേരം തറ ഉണക്കാനായിട്ട് വിടണം. അതിന് മാത്രമേ നമ്മൾ പിന്നെ പെയിൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇവിടെ നമ്മളിപ്പം ഉപയോഗിക്കുന്നത് ഒരു ഗ്രേ ഷെയ്ഡാണ്. അതായത് ആ ഒരു ഫോട്ടോയിൽ കണ്ട പോലെ തന്നെ നമുക്ക് ഗ്രേ ഷെയ്ഡാണ് കൂടുതലും വരിക, ആ ഒരു റോക്ക് ഡിസൈനിൽ വരിക. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് നമുക്കൊരു ഗ്രേ ഷെയ്ഡാണ് കൂടുതലായിട്ട് അടിക്കേണ്ടത്. അപ്പോൾ ഇതിന് നമ്മൾ വൈറ്റ് പെയിൻറ്റിൻ്റെ അകത്ത് കുറച്ച് ബ്ലാക്ക് പെയിൻറ്റും മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ഗ്രേ ഷെയ്ഡ് വരുന്ന രീതിയിൽ മിക്സ് ചെയ്യുക, കുറച്ച് മിക്സ് ചെയ്ത് നോക്കുക. അപ്പം ഒരുപാട് ലൈറ്റും ആവരുത്, ഒരുപാട് ഡാർക്കും ആവരുത്. പിന്നെ ഗ്രേ ഷെയ്ഡ് അടിക്കുമ്പോഴത്തേക്ക് നമുക്കൊരു ലൈറ്റർ ഷെയ്ഡാണ് വേണ്ടിയത്, ഒരുപാട് ലൈറ്റർ അല്ല, ഒരു സെമി ഗ്രേ ആണ് വേണ്ടിയത്. അപ്പം ഈ ഒരു ഷെയ്ഡ് അടിക്കുമ്പോഴത്തേക്ക് ഈ കുറച്ചും കൂടെ കഴിഞ്ഞത് ഡ്രൈ ആകുമ്പോഴത്തേക്ക് ഇപ്പോൾ ഈ കാണുന്ന കളറിൽ നിന്ന് കുറച്ചും കൂടി ഒന്ന് ലൈറ്റർ ഷെയ്ഡിലോട്ട് മാറുന്നു. ഞാൻ ഈ പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് അയറ ഇങ്ങനെ വന്ന് എത്തി നോക്കുന്നുണ്ട്, അവൾക്ക് പെയിൻറ്റ് ചെയ്യാൻ കൊടുക്കുമോ എന്ന് ചോദിച്ചിട്ട്. പിന്നെ ഇത് പെയിൻറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് നേരം ഇത് ഡ്രൈ ചെയ്യാനായിട്ട് നമ്മൾ ടൈം കൊടുക്കണം. കാരണം ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി ഇതിൻ്റെ അകത്തുള്ള ഡിസൈൻ വരച്ച് ബോർഡർ കൊടുത്ത് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഇത് ഉണങ്ങാനുള്ള ടൈം നമ്മൾ കൊടുക്കുക. ഇതിപ്പോൾ ഉണങ്ങിക്കഴിഞ്ഞ് ഞാൻ ഡിസൈൻ വരച്ച് തുടങ്ങുകയാണ്. ഡിസൈൻ വരച്ചിട്ട് ഞാൻ നേരെ ബോർഡർ കൊടുത്തങ്ങ് പോവുകയാണ്. അപ്പോൾ ഡിസൈൻ ഇപ്പോൾ ആയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഞാൻ ഇപ്പം ബോർഡർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ബ്ലാക്ക് വെച്ചിട്ട് നമുക്ക് ബോർഡേഴ്സ് കൊടുക്കാം. അപ്പോൾ ഈ ബോർഡർ കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ബ്ലാക്ക് പെയിൻറ്റ് നമ്മൾ എടുത്ത് ബോർഡർ കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഡ്രോപ്ലെറ്റ്സ് ഗ്രേയിൽ വീഴാൻ നോക്കുക. പിന്നെ ബോർഡർ കൊടുക്കുമ്പോഴത്തേക്ക് ഒരു അത്യാവശ്യം ഒരു പെയിൻറ്റ് ഒരുപാട് ലൂസാനും പാടില്ല, എന്നാൽ ഒരുപാട് തിക്കാനും പാടില്ല. എന്ന് വെച്ചാൽ നമ്മൾ അത്യാവശ്യം ഒരു തിക്നെസ് വേണം, എങ്കിൽ മാത്രമേ നമ്മൾ ആ ഒരു ബോർഡർ കൊടുക്കുമ്പോൾ കറക്റ്റ് ഫിനിഷിങ്ങിൽ നമുക്ക് ആ ഒരു ഷാർപ്പ് ആൻഡ് എഡ്ജസ് നമുക്ക് കിട്ടത്തുള്ളൂ. എനിക്ക് പെയിൻ്റ് അടിച്ച വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല മുമ്പ്. ഞാൻ ഇതേപോലെ തന്നെ ഈ ഒരു ഫ്ലോർ എന്തെങ്കിലും ഒന്ന് ചെയ്യാം എന്നുള്ള രീതിയിൽ
ജസ്റ്റ് ഒന്ന് ചെയ്ത് വന്നപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായ കാര്യമാണ്. കാരണം ആദ്യത്തെ എഡ്ജസൊക്കെ കൊടുത്തപ്പോഴത്തേക്ക് ചില എഡ്ജസൊക്കെ ഒന്ന് ഷാർപ്പൻഡ് അല്ലാതെ വന്നപ്പോഴത്തേക്ക് ചെയ്ത് മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. ഇനി എഡ്ജസ് കൊടുക്കുന്ന സമയത്ത് കുറച്ചൊന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയാലും വലിയ വിഷയമൊന്നുമില്ല. നമ്മൾ ഓൾറെഡി ബോർഡർ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻ കേസ് ഇപ്പോൾ പോയാൽ തന്നെ നമുക്കതൊരു ചെറിയ രീതിയിൽ നമുക്കൊന്ന് എഡ്ജൊക്കെ ഒന്ന് കർവ് ചെയ്ത് നമുക്കത് കാണാത്ത രീതിയിൽ നമുക്ക് എടുക്കാം. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് 2 കാര്യം എന്ന് വെച്ചാൽ, ഒന്ന് പെയിൻ്റ് ആവരുത്, പിന്നെ നമ്മൾ ചവിട്ടി ഇതിൻ്റെ അകത്ത് അടുത്ത നമ്മുടെ ഫുട് പ്രിൻറ്റ്സ് വെക്കരുത്. അതായത് ഇപ്പോൾ നമ്മൾ ഇത് ഉണങ്ങിയതിന് ശേഷം നമ്മൾ അടുത്ത ദിവസം കാണുന്നതാണ്. അപ്പോൾ ഇതിനൊരു 3D എഫക്റ്റ് കൊടുക്കാനായിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മളിതിന് ഷെയ്ഡിങ് കൊടുക്കുക. അപ്പോൾ ഷെയ്ഡിങ് കൊടുക്കുമ്പോഴത്തേക്ക് ഷെയ്ഡിങ്ങും ലൈറ്റിങ്ങും കൊടുക്കും. അപ്പോൾ ഷെയ്ഡിങ് ഏതെങ്കിലും നമ്മൾ ഒരു സൈഡ് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടുന്ന് ലെഫ്റ്റ് സൈഡ് സെലക്ട് ചെയ്തിട്ട് ഒരു ബോട്ടം ഫോക്കസ് ചെയ്തിട്ട് അവിടെ ഞാൻ ഒരു ഡാർക്കർ ഗ്രേ ഷെയ്ഡ്, അതായത് ബ്ലാക്ക് അല്ല, ഒരു ഡാർക്കർ ഗ്രേ ഷെയ്ഡ് എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ എല്ലാ എഡ്ജസിലും, അതായത് ഈ റോക്കിൻ്റെ ഡിസൈനിലെ എല്ലാ എഡ്ജസിലും നമ്മൾ ജസ്റ്റ് ചെറുതായിട്ട് ഒന്ന് ഷെയ്ഡ് ഇട്ട് കൊടുത്ത് വിടുവാണ് ആ ഒരു 3D എഫക്റ്റ് കിട്ടാൻ വേണ്ടി. ഇനി നമുക്കതിന് ലൈറ്റിങ് കൊടുക്കണം. അതിന് നമുക്ക് കുറച്ച് വൈറ്റ് പെയിൻറ്റ് എടുത്തിട്ട് ജസ്റ്റ് വളരെ ലൈറ്റായിട്ടുള്ളൊരു ഗ്രേ ഷെയ്ഡ് അത് മിക്സ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ ഇതേപോലെ തന്നെ ഈ ഷാഡോ കൊടുത്ത പോലെ തന്നെ ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡിൽ കൊടുക്കുക. ഇത് ഒരുപാട് തിക്കാവണമെന്നില്ല. ബ്രഷിൽ നമ്മൾ നേരത്തെ ആ ബ്ലാക്ക് വരച്ച പോലെ വേണ്ട, ജസ്റ്റ് ചെറുതായിട്ടുള്ളൊരു എഫക്റ്റ് മതി. പിന്നെ ഈ ഷെയ്ഡിങ് കൊടുക്കുമ്പോഴത്തേക്ക് ആ ബോർഡറിൻ്റെ എഡ്ജിൽ കറക്റ്റായിട്ട് നിൽക്കണം. അപ്പോൾ ഇൻ കേസ് ഇപ്പോൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോയാലും അതിലും വലിയ വിഷയമില്ല. കാരണം ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഫൈനൽ ടച്ചപ്പ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കത് കവർ ചെയ്തെടുക്കാവുന്നതാണ്. ഇതെല്ലാം ചെയ്യുമ്പോൾ ഐറ അവിടെ സൈഡിൽ വന്ന് നിൽപ്പുണ്ട്. അപ്പോൾ അവൾക്ക് പെയിൻറ്റ് ചെയ്യാൻ കൊടുക്കുമെന്ന് ചോദിച്ചിട്ട്, അവളാണെങ്കിൽ ഇന്നലെ പെയിൻറ്റ് ചെയ്ത സമയത്ത് ഈ പറഞ്ഞ കണക്ക് ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ചു നോക്കുമ്പോഴത്തേക്ക് ആളുടെ കയ്യിൽ മൊത്തം ബ്ലാക്ക് പെയിൻ്റ് ആയിരുന്നു. ഇത് അത്യാവശ്യം കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആക്കിയിട്ടൊരു ചെറിയൊരു പണിയൊക്കെ തന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. അതുകൊണ്ട് ഐറയെ ഞാൻ ഇന്നിപ്പോൾ മാറ്റി നിർത്തിയിരിക്കുകയാണ്. ഇതിപ്പോൾ നമ്മളിപ്പോൾ ബോർഡർ ബ്ലാക്ക് അടിച്ച് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എഡ്ജസിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ഫിനിഷിങ്ങിന് വേണ്ടി അവിടെ ഇവിടെയൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് ചെറുതായിട്ടൊന്ന് പുറത്ത് പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് ബ്ലാക്ക് പെയിൻറ്റ് വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് എടുത്തിരിക്കുകയാണ്. അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട്. സംഭവം എങ്ങനെയുണ്ടെന്ന് അറിയില്ല. എന്തായാലും ഇനി ഇത് നമുക്ക് കുറച്ച് ചെടികളും പ്ലാന്റ്സ് ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ച് ഒന്ന് റെഡിയാക്കാം. അപ്പം ഇതാണ് ഫൈനൽ ഔട്ട്പുട്ട്. അപ്പോൾ സംഭവം എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയണം. പിന്നെ ഇതിന് വലിയ ചിലവൊന്നുമില്ല, വെറും 350 രൂപയുടെ കേസുകൾ കേട്ടോ. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പറ്റുമെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമ്മളധികം വീഡിയോസൊന്നും പെയിൻറ്റിങ്ങൊന്നും അധികം ചെയ്ത് വലിയ ആൾക്കാരൊന്നുമല്ല. അപ്പോൾ ഇതെല്ലാം ഫസ്റ്റ് ട്രൈ ഐറ്റംസാണ്. അപ്പം നിങ്ങളുടെ ഷെയർ അത് പറഞ്ഞപ്പോഴാണ് ഈ വീഡിയോ കണ്ടതിന് ശേഷം എഡിറ്റ് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് വേറൊരു കാര്യം കിട്ടിയത്. നമ്മുടെ ഐറ ഇത് കയ്യിലാക്കിയൊരു സീക്വൻസ് ഞാനിത് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കാണുന്നത്. അപ്പോൾ ആളെൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എനിക്ക് പെയിൻറ്റ് ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാനത് അവോയ്ഡ് ചെയ്ത് വിട്ട സമയത്ത് കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ആണ് ആശാട്ടി തന്നെ എന്താണ്ട് ഈ സൈഡിൽ ഇരുന്ന് ഇത് ക്യാമറയിൽ എങ്ങനെയോ വന്ന് പെട്ടതാണ്. പെയിൻറ്റ് വെച്ച് ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കി, എന്നിട്ട് ആൾ നേരെ അങ്ങ് പോയി. പിന്നെ കുറച്ച് കഴിഞ്ഞ് വീണ്ടും വന്ന് ഞാൻ കാണാതെ വീണ്ടും ആ ബ്രഷ് എടുത്ത് എന്തൊക്കെയോ ചെയ്ത്, എന്നിട്ട് എൻ്റെ അടുത്ത് വന്ന് ഒന്നും അറിയാത്ത രീതിയിൽ സംസാരിച്ച്, ഞാനാണെങ്കിൽ തിരക്കായിപ്പോയി, ശ്രദ്ധിക്കാൻ പറ്റിയില്ല. എന്നിട്ട് വീണ്ടും ആ കമ്പ് എടുത്തോണ്ട് പോയി, തിരിച്ച് വന്നിട്ട് ആ കമ്പ് വെച്ച് കുറേ കളിച്ച്, പിന്നെ പെയിൻറ്റ് വെച്ച് അത്യാവശ്യം നല്ല രീതിക്ക് കളിച്ചിട്ടാണ് അവിടെ ഇവിടെയൊക്കെ ആക്കിയത്. അപ്പോൾ എനിക്കെന്താ പറയുകയെന്ന് വെച്ചാൽ, നമ്മൾ വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ നമ്മൾ പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ കാര്യങ്ങൾ കൂടി ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. പെയിൻറ്റും കാര്യമെല്ലാം കുട്ടികളിൽ നിന്ന് മാറ്റി വെക്കുക. അല്ലെങ്കിൽ അത്യാവശ്യം ചെറിയൊരു പണി അവരെ കൊണ്ട് തരാൻ പറ്റുന്ന രീതിയിൽ അവർ തന്നിരിക്കും. അപ്പം ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കാരണം നമ്മൾ ഫസ്റ്റ് ടൈമായിട്ട് പെയിൻറ്റ് ചെയ്യുകയാണ് ഒരു ഡിസൈൻ. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. അപ്പം ഓക്കെ, ഫൈൻ, ഗുഡ് ബൈ.